Dear students, our next topic is Rutherford alpha ray scattering experiment. ഈ എക്സ്പെരിമെൻറ്റിലൂടെ എന്താണ് കണ്ടുപിടിക്കുന്നത്? ന്യൂക്ലിയസിനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കറിയാം ആറ്റം കണ്ടുപിടിച്ചു. ആദ്യം ഇലക്ട്രോണും പ്രോട്ടോണും മാത്രമേ ആറ്റത്തിനുള്ളിൽ ഉള്ളൂ എന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതിനുശേഷം 1911 ആയിക്കഴിഞ്ഞപ്പോഴേക്കും റൂദർഫോർഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് വന്ന് കുറേ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തി. അദ്ദേഹം റൂദർഫോർഡ് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റിലൂടെ ന്യൂക്ലിയസിനെ കണ്ടുപിടിച്ചു. ഏത് എക്സ്പെരിമെൻറ്റിലൂടെയാണ്? ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്. എന്താണ് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റിൽ ചെയ്തത്? ഒരു റേഡിയോ ആക്റ്റീവ് സോഴ്സിൽ നിന്നും വരുന്ന ആൽഫ പാർട്ടിക്കിൾസിനെ എവിടെ ചെന്ന് പതിപ്പിച്ചു? ഒരു തിൻ ഗോൾഡ് ഫോയിലിൽ ചെന്ന് പതിപ്പിച്ചു. ഈ ആൽഫ റേ പാർട്ടിക്കിൾസിനെ എവിടേക്ക് പതിപ്പിച്ചു? ഒരു ഗോൾഡ് തകിടിൽ, സ്വർണ്ണ തകിടിൽ പതിപ്പിച്ചു. എന്നിട്ട് ഈ സ്വർണ്ണ തകിടിന് ചുറ്റും എന്താണ് വെച്ചിരിക്കുന്നത്? ഒരു സിങ്ക് സൾഫൈഡ് പൂശിയ ഒരു സ്ക്രീൻ അതിൻ്റെ ചുറ്റിനും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്വർണ്ണത്തകിടിൽ വന്ന് പതിച്ച പാർട്ടിക്കിൾസ് ഈ സ്വർണ്ണത്തകിടിൽ കൂടി എവിടേക്ക് ചെന്ന് പതിക്കുന്നു? ഈ പറയുന്ന ഫ്ലൂറസൻ്റ് സ്ക്രീനിൽ ചെന്ന് പതിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. അതായിരുന്നു റൂദർഫോർഡ് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്. എന്താണ് എക്സ്പെരിമെൻറ്റ്? Rutherford in 1911 conducted alpha ray scattering experiment for the discovery of nucleus. A stream of high energy alpha particles from a radioactive source was directed at a thin foil of gold metal. അതിൻ്റെ തിക്നെസ് ആണ് തന്നിരിക്കുന്നത്. അപ്രോക്സിമേറ്റ്ലി 100 നാനോമീറ്റർ ഉള്ള ഒരു ഗോൾഡ് ഫോയിലാണ് ഇത് വന്ന് പതിച്ചത്. The thin gold foil had a circular fluorescent zinc sulfide screen around it. Whenever alpha particles struck the screen, a tiny flash of light was produced at that point. ഇനി നമുക്ക് ഈ എക്സ്പെരിമെൻറ്റിൻ്റെ ഫിഗർ ഒന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഫിഗർ. ഈ കാണുന്നതാണ് എന്ത്? ആൽഫ. ഇതാണ് റേഡിയോ ആക്റ്റീവ് സോഴ്സ്. ഇവിടെ നിന്നാണ് ആൽഫ റേ പാർട്ടിക്കിൾസ് പോകുന്നത്. ഈ ആൽഫ ഇതിനകത്തിൽ റേഡിയമാണ്. ഇതിൽ നിന്ന് രാസപ്രവർത്തനങ്ങൾ റേഡിയോ ആക്റ്റീവ് പ്രോസസ്സ് നടന്നു കഴിയുമ്പോഴേക്കും ഇതിൽ നിന്ന് ആൽഫ റേസ് എമിറ്റ് ചെയ്യുകയാണ്, പ്രവഹിക്കുകയാണ്. ഈ ആൽഫ റേസ് ഇവിടെ വന്ന് പതിക്കുന്നു. സ്വർണ്ണത്തകിടിൽ വന്ന് പതിക്കുന്നു. സ്വർണ്ണത്തകിടിൽ വന്ന് പതിച്ചപ്പോൾ ഇതിന് ചുറ്റും ഈ പച്ച കാണുന്നതാണ് ഫ്ലൂറസൻ്റ് പ്ലേറ്റ്. സിങ്ക് സൾഫൈഡ് പൂശിയ ഒരു ഫ്ലൂറസൻ്റ് സ്ക്രീൻ അതിന് ചുറ്റിനും വെച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹം എന്താണ് അവിടെ, ഇതാണ് അതിൻ്റെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. എന്താണ് എക്സ്പെരിമെൻ്റ്? എന്താണ്? വെൻ എ ബീം ഓഫ് റേഡിയോ ആക്റ്റീവ് സോഴ്സ് അല്ലെങ്കിൽ ആൽഫ റേസ് പാർട്ടിക്കിൾസ് ഫ്രം എ ആൽഫ റേസ് എമിറ്റഡ് ഫ്രം എ റേഡിയോ ആക്റ്റീവ് സോഴ്സ് and fall on a gold foil. A fluorescent screen is placed, circular fluorescent screen is placed in front of the metal plate. ആൻഡ് നമുക്കിനി എന്താണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്? ഈ വന്നിരിക്കുന്ന സ്വർണ്ണത്തകിടിൽ വന്ന് പതിച്ച ആൽഫ റേ പാർട്ടിക്കിൾസ് പാസ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ. എവിടെ കൂടെ കടന്നുപോയി? ഈ ഗോൾഡ് ഫോയിൽ കൂടി കടന്നു പോയിട്ട് എവിടെ വന്ന് പതിക്കുന്നതായിട്ട് കണ്ടു? ആൻഡ് ഫോൾ ഓൺ ദി സിങ്ക് സൾഫൈഡ് സ്ക്രീനിൽ വന്ന് പതിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. ഇനി എന്തൊക്കെയാണ് അവിടെ ഒബ്സർവ് ചെയ്തത്? അദ്ദേഹം ഒബ്സർവ് ചെയ്തത് എന്താണ്? അദ്ദേഹം ഒബ്സർവ് ചെയ്തപ്പോൾ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇവിടെ വന്ന് പതിച്ചത് ഇതിനുള്ളിൽ കൂടി കടന്നാണ് ഈ ലൈറ്റ് പോകുന്നത്. അപ്പം ഇതിൻ്റെ മുൻപിൽ എന്താണ്? ഈ ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ വച്ചിരിക്കുന്ന ഒരു ഗോൾഡ് തകിടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ തകിട് വന്ന് പതിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ലൈറ്റ് വന്ന് പതിച്ച് കഴിഞ്ഞാൽ ആ ഒരു വസ്തുവിൽ വന്ന് പതിച്ച് കഴിഞ്ഞാൽ ആ ഭാഗം നിഴലായിട്ട് കാണപ്പെടും, ബ്ലാക്കായിട്ട് കാണപ്പെടും. അല്ല, അതേസമയം ആ വസ്തുവിൽ കൂടി ലൈറ്റ് കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ ലൈറ്റ് അതിൻ്റെ നേരെ ഇവിടെ അതിനുള്ളിലൂടി കടന്ന് അതിൻ്റെ നേരെ എന്ത് ചെയ്യുന്നു? ലൈറ്റ് വന്ന് പതിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഈ ഭാഗത്ത് നിഴൽ കണ്ടില്ല, പകരം ഈ ലൈറ്റ് ഈ മെറ്റൽ ഫോയിലിൽ കൂടി കടന്ന് നേരെ ചെന്ന് ഇവിടെ വന്ന് ഈ ഫ്ലൂറസൻ്റ് സ്ക്രീനിൽ വന്ന് പതിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിച്ചു. ഇവിടെ ഒരു ഗ്ലോ കണ്ടു. പിന്നെ അദ്ദേഹം കണ്ടത് കുറച്ചൊരു സൈഡിലോട്ട് മാറി ഒരു ഗ്ലോയും അദ്ദേഹത്തിന് കാണാനായിട്ട് സാധിച്ചു. പിന്നെ അദ്ദേഹം കണ്ടത് കുറച്ച് ഗ്ലോയ് തിളക്കം എന്ത് ചെയ്യുന്നു? ബാക്കിലോട്ട് സഞ്ചരിക്കുന്നതായിട്ട് കാണാനായിട്ട്, നേരെ ബാക്കിലോട്ട് കുറച്ച്
ലൈറ്റ് പോകുന്നതായിട്ട് കാണാൻ സാധിച്ചു. അപ്പം 3 കാര്യങ്ങളാണ് ഈ എക്സ്പെരിമെൻറ്റിൽ നിന്ന് അദ്ദേഹം ഒബ്സർവ് ചെയ്തത്. ഏതൊക്കെയാണ് അദ്ദേഹം ഒബ്സർവ് ചെയ്ത 3 കാര്യങ്ങൾ? ഒന്ന്, ഈ സ്വർണ്ണത്തകിടിൽ കൂടി തുളച്ച് കയറി ലൈറ്റ് നേരെ വന്ന് ഈ ഫ്ലൂറസെൻ്റ് സ്ക്രീനിൽ വന്ന് പതിക്കുന്നതായിട്ട് കണ്ടു. രണ്ടാമത് അദ്ദേഹം കണ്ടത് ഈ സ്വർണ്ണത്തകിടിൽ തട്ടി കുറച്ച് സൈഡിലേക്ക് മാറി പ്രകാശരശ്മികൾ സഞ്ചരിക്കുന്നത് അദ്ദേഹം കണ്ടു. മൂന്നാമത് അദ്ദേഹം കണ്ടത് ഇവിടെ സ്വർണ്ണത്തകിടിൽ വന്ന് പതിച്ച പ്രകാശരശ്മികൾ ബാക്കിലേക്ക് സഞ്ചരിക്കുന്നതായിട്ട് കണ്ടു. 3 ഒബ്സർവേഷൻസ് ആണ് അദ്ദേഹം അവിടെ കണ്ടത്. എന്തൊക്കെയാണ് അദ്ദേഹം അവിടെ കണ്ടത്? ദ ഫോളോയിങ് ഒബ്സർവേഷൻസ് വെയർ മെയ്ഡ് ഫ്രം ദീസ് എക്സ്പെരിമെൻറ്റ്സ്. നമ്പർ 1 എന്താണ്? മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ അൺഡിഫ്ലക്റ്റഡ്. കൂടുതൽ എന്താണ് ആൽഫ റേസ് എന്ത് ചെയ്തു? ഗോൾഡ് ഫോയിലിൽ കൂടി കടന്ന് ഇവിടെ വന്ന് പതിച്ചു. അൺഡിഫ്ലക്റ്റ് ചെയ്ത് വ്യതിയാനം സംഭവിക്കാതെ നേർരേഖയിൽ ചെന്ന് ഫ്ലൂറസെൻറ്റിനകത്തിൽ ചെന്ന് പതിച്ചു. മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദി ഗോൾഡ് ഫോയിൽ അൺഡിഫ്ലക്റ്റഡ്. രണ്ടാമത് അദ്ദേഹം എന്താണ് ഒബ്സർവ് ചെയ്തത്? എ ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് വാസ് ഡിഫ്ലക്റ്റഡ് ബൈ സ്മോൾ ആംഗിൾ. കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് സ്വർണ്ണത്തകിടിൽ വന്ന് പതിച്ചിട്ട് ഡിഫ്ലക്റ്റ് ചെയ്ത് വ്യതിയാനം സംഭവിച്ചു. ചെറിയൊരു ആംഗിളിൽ വ്യതിയാനം സംഭവിച്ചു അല്ലേ? മൂന്നാമതായിട്ട് അദ്ദേഹം കണ്ടത് എ വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾ, വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് വേർ ഡിഫ്ലക്റ്റഡ് ബാക്ക്. വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് എന്ത് സംഭവിച്ചു? ഡിഫ്ലക്റ്റഡ് ബാക്ക് 180 ഡിഗ്രിയിൽ തിരിഞ്ഞ് സഞ്ചരിക്കുന്നതായിട്ട് കാണാനായിട്ട് സഞ്ചരിച്ചു. അപ്പം നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, വാട്ട് ആർ ദി ഒബ്സർവേഷൻസ് വെയർ മെയ്ഡ് ഫ്രം ദീസ് എക്സ്പെരിമെൻറ്റ്, റൂദർഫോർഡ് എക്സ്പെരിമെൻറ്റ്സ്. എന്തൊക്കെയാണ്? മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദി ഗോൾഡ് ഫോയിൽ അൺഡിഫ്ലക്റ്റഡ്. 2 എന്താണ്? എ ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് വാസ് ഡിഫ്ലക്റ്റഡ് ബൈ സ്മോൾ ആംഗിൾ. ആൻഡ് ദ തേർഡ് ഈസ് എ വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് വെയർ ഡിഫ്ലക്റ്റഡ് ബാക്ക് ഓർ ഡിഫ്ലക്റ്റഡ് നിയർലി ബൈ 180 ഡിഗ്രി. ഇതിൽ നിന്നും അദ്ദേഹം ഈ 3 ഒബ്സർവേഷൻസ് അദ്ദേഹം കണ്ടതിൽ നിന്നും അദ്ദേഹം ചില കാര്യങ്ങളിലേക്ക് എത്തിച്ചേർന്നു, കൺക്ലൂഷനിലേക്ക് എത്തിച്ചേർന്നു, നിഗമനങ്ങളിൽ എത്തിച്ചേർന്നു. എന്തൊക്കെയാണ് അദ്ദേഹം എത്തിച്ചേർന്ന കൺക്ലൂഷൻസ്? ഒരു വസ്തുവിൽ കൂടി ലൈറ്റ് കടന്നു പോകണമെങ്കിൽ അല്ലേ, അപ്പം ഇവിടെ ഒരു മെറ്റൽ തകിടിൽ കൂടി എന്ത് ചെയ്തു? ലൈറ്റ് അകത്തൂടെ തുളച്ച് കയറി അപ്പുറത്ത് പോയി. അപ്പോൾ അതിനർത്ഥം എന്താണ്? ആ മെറ്റൽ തകിടിനുള്ളിൽ കുറച്ച് പൊള്ളയായ സ്ഥലങ്ങളുള്ളത് കൊണ്ടല്ലേ ആ സ്ഥലങ്ങളിൽ കൂടിയാണ് ആ ലൈറ്റ് കടന്നു പോയിരിക്കുന്നത്. അപ്പോൾ ഈ മെറ്റൽ പ്ലേറ്റിൽ എന്തുണ്ട്? ഇതേപോലെ ഒരുപാട് എന്തുണ്ട്? ആറ്റങ്ങളുണ്ട്. ഈ ആറ്റങ്ങൾക്കുള്ളിൽ കൂടി കയറിയാണ് ഈ ലൈറ്റ് അപ്പുറത്തേക്ക് പോയിരിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ആറ്റങ്ങൾക്കുള്ളിലൂടെ കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റങ്ങൾക്കുള്ളിൽ കുറച്ച് വെറും ബ്ലാങ്ക് സ്പേസുകൾ കാണും. എംറ്റി സ്പേസ്. എന്താ എംറ്റി സ്പേസ് എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞ സ്ഥലങ്ങൾ ഈ ആറ്റങ്ങൾക്കുള്ളിൽ ഉള്ളത് കൊണ്ടാണ്, അതിൽ കൂടിയാണ് ഈ ലൈറ്റ് കടന്നുപോയത്. അപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ച ഒന്നാമത്തെ ഒബ്സർവേഷനിൽ നിന്നും അദ്ദേഹം എത്തിച്ചേർന്ന കൺക്ലൂഷൻ എന്താണ്? മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ദി ആറ്റം ഈസ് എംറ്റി. ആറ്റത്തിനുള്ളിൽ കൂടുതൽ ഭാഗം എന്താണ്? എംറ്റിയാണ്, ഒഴിഞ്ഞു കിടക്കുകയാണ്. ആസ് മോസ്റ്റ് ഓഫ് ദീസ് പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദി ഫോയിൽ അൺഡിഫ്ലക്റ്റഡ്. അതുകൊണ്ടാണ് അൺഡിഫ്ലക്റ്റ് ചെയ്യാതെ വ്യതിയാനം സംഭവിക്കാതെ നേർരേഖയിൽ അത് പോയത്. രണ്ടാമത് അദ്ദേഹം കണ്ടത് കുറച്ച് സൈഡിലോട്ട് ഈ പാർട്ടിക്കിൾസ് റേസ് പോകുന്നതായിട്ടാണ് അദ്ദേഹം കണ്ടത്. അതിൽ നിന്നും അദ്ദേഹം എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? എ ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ്, പോസിറ്റീവ്ലി ചാർജ്ഡ് ആൽഫ പാർട്ടിക്കിൾസ് വെർ ഡിഫ്ലക്റ്റഡ് ബാക്ക്. The positive charge has to be concentrated in a very small volume that repelled and deflected the positively charged alpha particle. നമുക്കറിയാം ആൽഫ പാർട്ടിക്കിൾസിന് എന്ത് ചാർജാണുള്ളത്? പോസിറ്റീവ് ചാർജാണ്. ഹീലിയം ന്യൂക്ലിയസ് ആണ്, He2 ആണ് ആൽഫ പാർട്ടിക്കിൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെന്താണ്? പോസിറ്റീവ് ചാർജാണുള്ളത്. അപ്പോൾ ഈ ഗോൾഡ് തകിടിലുള്ള ആറ്റങ്ങളിൽ വന്ന് പതിച്ചപ്പോൾ കുറച്ച് ലൈറ്റ് സൈഡിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നതായിട്ട് അദ്ദേഹത്തിന് കാണാനായിട്ട് സാധിച്ചു. എന്തുകൊണ്ടാണ് സൈഡിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്ത് പോകാൻ കാരണം? ഈ പോസിറ്റീവ് റേസ് വന്ന് ഇതിൽ വന്ന് തട്ടിക്കഴിഞ്ഞപ്പോൾ
അവിടെ നിന്ന് എന്ത് ചെയ്തു, റിപ്പൽ ചെയ്തു പോകുന്നു, വികർഷിച്ചാണത് പോയത്. വികർഷിച്ചത് ഡിഫ്ലക്റ്റ്, വ്യതിയാനം സംഭവിച്ച ആ ലൈറ്റ് പോയി. അങ്ങനെ അത് റിപ്പൽ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ എന്തുണ്ട്, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഭാഗം അതിനുള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഈ വന്ന പോസിറ്റീവ് റേസ് ഇവിടെ വന്ന് പതിച്ചിട്ട് എന്ത് ചെയ്ത് വ്യതിയാനം സംഭവിച്ചു പോയിരിക്കുന്നത്. അപ്പം അദ്ദേഹം എന്ത് വിളിച്ചു, ഈ പോസിറ്റീവ് ചാർജ് എവിടെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്, കൂടുതലും ആറ്റത്തിൻ്റെ നടുക്കാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ആ നടുക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്ന പോസിറ്റീവ് ചാർജ് കേന്ദ്രീകരിച്ചിരിക്കുന്ന ഇതിനെ എന്ത് വിളിച്ചു, ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. അപ്പം എന്താണ് രണ്ടാമത് അദ്ദേഹം കണ്ടുപിടിച്ചത്, എ ഫ്യൂ പോസിറ്റീവ്ലി ചാർജ് ആൽഫ പാർട്ടിക്കിൾസ് വെർ ഡിഫ്ലക്റ്റഡ്. The positive charge has to be concentrated in a very small volume that repelled and deflected the positively charged alpha particles. This positive center is called nucleus. ഇനി മൂന്നാമത് അദ്ദേഹം കണ്ടത് എന്താണ്, കുറേ ആൽഫ പാർട്ടിക്കിൾ മെറ്റൽ തകിടിൽ വന്ന് പതിച്ചിട്ട് ബാക്കിലേക്ക് പോകുന്നു. The volume occupied by the nucleus is negligibly small as compared to the total volume of the atom. ആ ഒരു കൺക്ലൂഷനിൽ നിന്നും ആ ഒരു ഒബ്സർവേഷനിൽ നിന്നും അദ്ദേഹം എത്തിച്ചേർന്ന കൺക്ലൂഷൻ എന്താണ്, ഈ ആറ്റത്തിനെ അപേക്ഷിച്ച് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്താണ്, വളരെ ചെറുത്, നെഗ്ലിജിബിളി സ്മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അവഗണിക്കപ്പെടാവുന്നത്രയും ചെറുതാണ് ആരുടെ സൈസ്, ന്യൂക്ലിയസിൻ്റെ സൈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിൽ തട്ടി അതെന്ത് ചെയ്തേക്കുക, ബാക്കിലേക്ക് പോയിരിക്കുന്നത്. അപ്പം ദ വോളിയം ഒക്കുപ്പൈഡ് ബൈ ദ ന്യൂക്ലിയസ് ഈസ് നെഗ്ലിജിബിളി സ്മോൾ ആസ് കമ്പയർഡ് ടു ദി ടോട്ടൽ വോളിയം ഓഫ് ആറ്റം. അപ്പം ഇവിടെ ചോദിക്കും, വാട്ട് ആർ ദ കൺക്ലൂഷൻസ് ഓഫ് റൂദർഫോർഡ് ആൽഫാറെ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്. എന്തൊക്കെയാണ്, നമ്പർ 1, most of the space in the atom is empty as most of the alpha particles passed through the foil undeflected. രണ്ടാമത്തെ എന്താണ്, a few positively charged alpha particles were deflected. The positive charge has to be concentrated in a very small volume that repelled and deflected the positively charged alpha particles. This positive center is called nucleus. The volume occupied by the nucleus is negligibly small as compared to the total volume of the atom. ഇത്രയുമാണ് എൻ്റെ കൺക്ലൂഷൻസ്. ഇതിൽ നിന്നും എന്താണ് റൂദർഫോർഡ് ഈ എക്സ്പെരിമെൻ്റ് നടത്തി, കുറേ ഒബ്സർവേഷൻസ് കണ്ടു, പിന്നെ അദ്ദേഹം അതിൽ നിന്നൊരു കൺക്ലൂഷനിൽ എത്തിച്ചേർന്നു. ഈ കൺക്ലൂഷനിൽ നിന്നും ഒബ്സർവേഷനിൽ നിന്നും അദ്ദേഹം ആറ്റത്തിനൊരു മോഡൽ കണ്ടുപിടിച്ചു. അദ്ദേഹം കണ്ടുപിടിച്ച ആറ്റം മോഡലിന് പറയുന്ന പേരാണ് റൂദർഫോർഡ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം. അപ്പോൾ ആറ്റത്തിന് ആദ്യം കണ്ടുപിടിച്ച മോഡൽ എന്താണ്, ജെ തോംസൻ്റെ മോഡൽ. അത് നിങ്ങൾക്കറിയാം, തണ്ണിമത്തൻ പോലിരിക്കും, ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം അതിനകത്ത് ഒരേപോലെ ഇങ്ങനെ കിടക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നീട് അത് തെറ്റാണല്ലോ, അത് നമുക്കറിയാം തെറ്റാണെന്നറിയാം. പിന്നീട് വന്നു കഴിഞ്ഞപ്പോൾ റൂദർഫോർഡ് ഒരു പുതിയ ആറ്റം മോഡൽ കണ്ടുപിടിച്ചു. അത് ന്യൂക്ലിയസിനെ കണ്ടുപിടിച്ചിട്ടാണ്. അപ്പോൾ ന്യൂക്ലിയസിനെ കണ്ടുപിടിക്കാനുള്ള എക്സ്പെരിമെൻറ്റിൻ്റെ പേരെന്തായിരുന്നു, ആൽഫാറെ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ എന്താണ് റൂദർഫോർഡിൻ്റെ ന്യൂക്ലിയർ മോഡൽ? 1, മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ആൻ ആറ്റം ഈസ് എംപ്റ്റി. രണ്ടാമതാണ് റൂദർഫോർഡ് ന്യൂക്ലിയർ മോഡൽ വരുന്നത്. അപ്പോൾ ഒന്നാമത് പറയുന്നത് എന്താണ്, ആറ്റത്തിൻ്റെ കൂടുതൽ ഭാഗവും എന്താണ്, എംറ്റിയാണ്, പൊള്ളയാണ്. ആറ്റം ഒന്ന് നിങ്ങളൊന്ന് മനസ്സിൽ സങ്കല്പിച്ച് നോക്കിക്കേട്ടെ, ആറ്റത്തിൻ്റെ കൂടുതൽ ഭാഗവും പൊള്ളയല്ലേ. 2, ദ പോസിറ്റീവ് ചാർജ് ആൻഡ് മോസ്റ്റ് ഓഫ് ദ മാസ് ഓഫ് ദി ആറ്റം വാസ് കോൺസെൻട്രേറ്റഡ് ഇൻ എ വെരി സ്മോൾ റീജിയൻ. ദിസ് വെരി സ്മോൾ പോർഷൻ ഓഫ് ദി ആറ്റം വാസ് കോൾഡ് ന്യൂക്ലിയസ്. ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജും മോസ്റ്റ് ഓഫ് ദ മാസും, കൂടുതൽ ഭാരവും എവിടെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്, ഒരു വെരി സ്മോൾ റീജിയനിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ വെരി സ്മോൾ പോർഷന് പറയുന്ന പേരാണ് ന്യൂക്ലിയസ്. രണ്ടാമത് പറയുന്നു, ഇലക്ട്രോൺസ് ആർ റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് അറ്റ് വെരി ഹൈ സ്പീഡ് ഇൻ എ സർക്കുലർ പാത്ത് കോൾഡ് ഓർബിറ്റ്.
അപ്പം ആറ്റത്തിന് നടുക്ക് ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റുകളുണ്ട്. ഈ ഓർബിറ്റിൽ കൂടിയാണ് ആര് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഇലക്ട്രോൺസ് വെരി ഹൈ സ്പീഡിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി നാലാമത്, ഇലക്ട്രോൺസ് ആൻഡ് ന്യൂക്ലിയസ് ആർ ഹെൽഡ് ടുഗദർ ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഈ ഇലക്ട്രോണും ഈ ന്യൂക്ലിയസും തമ്മിൽ എന്തുണ്ട്? ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ഈ പോസിറ്റീവ് ചാർജും ന്യൂക്ലിയസിന് എന്ത് ചാർജ്? പോസിറ്റീവ് ചാർജ്. ഇലക്ട്രോണിന് എന്ത് ചാർജ്? നെഗറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിന് പറയുന്ന പേര് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പോൾ ഈ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിൽ എന്തുണ്ട്? ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ റൂദർഫോർഡ് കൊണ്ടുവന്ന ആറ്റം മോഡൽ എന്തൊക്കെയാണ്? മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ആൻ ആറ്റം ഈസ് എംപ്റ്റി. രണ്ടാമത്തെ എന്താണ്? ദ പോസിറ്റീവ് ചാർജ് ആൻഡ് മോസ്റ്റ് ഓഫ് ദ മാസ് ഓഫ് ദി ആറ്റം was concentrated in a very small region. This very small portion of the atom was called nucleus. അടുത്ത എന്താണ്? മൂന്നാമത്തെ, the electrons are revolve around the nucleus at a very high speed in a circular path called orbit. നാലാമത്തെ എന്താണ്? Electrons and the nucleus are held together by electrostatic force of attraction. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടി നോട്ടിന് അതിൽ എഴുതി റെഡിയാക്കി വെച്ചേക്കണം. ഓക്കെ.